ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ചിമ്മിനി ഡാമിലേക്കുള്ളൊരു യാത്രയാണ് കാണിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ ഡാമിൽ ചെന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ പോകുന്ന വഴി തന്നെ ഭയങ്കര സ്പെഷ്യലാണ്. കാരണം നമുക്ക് രണ്ട് സൈഡും ചെറിയൊരു ഫോറസ്റ്റിലൂടെ ഉള്ളൊരു യാത്രയാണ്. ഒരുപാട് മരങ്ങളും ഗ്രീനറി ആയിട്ടുള്ള ഒരുപാട് പ്ലേസസും ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഡാമിലേക്ക് പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു തോട് പോലെയുണ്ട്. അവിടെ ജസ്റ്റ് ഇറങ്ങി കളിക്കേണ്ടവർക്ക് കളിക്കാം. ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡാം അടയ്ക്കുന്നതിന് മുമ്പ് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള പോക്കായിരുന്നു, യാത്രയായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ലായിരുന്നു. പിന്നെ ചുറ്റും ഇങ്ങനെ പോകുമ്പോഴുള്ള കാഴ്ചകൾ ജസ്റ്റ് അതൊന്ന് എൻജോയ് ചെയ്ത് പോയി. നമുക്ക് ചുറ്റും നോക്കുമ്പോൾ സൈഡിലൊക്കെ വളരെയധികം റബ്ബർ, പിന്നെ അതുപോലെ മുളയൊക്കെ നല്ല ഭംഗിയിൽ വെട്ടി വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വഴിയെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കുറച്ച് ഇപ്പോൾ ഈ മുളകളൊക്കെ ശരിക്കും ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതിനൊക്കെ വളരെ ഭംഗിയാണ്. ആ റൂട്ടിലൂടെ പോകുമ്പോൾ ശരിക്കും നമ്മുടെ മനസ്സൊക്കെ ഭയങ്കര ഒരു സന്തോഷമാവും കേട്ടോ നമുക്ക് മനസ്സിനെല്ലാം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ചെന്നപ്പോൾ ഞാവൽപ്പഴം കണ്ടു. അപ്പോൾ ഞാവൽപ്പഴം റോട്ടിൽ ഒരുപാട് വീണിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആ മരത്തിൽ ജസ്റ്റ് ഒന്ന് ഒരു വടിയൊക്കെ എടുത്തൊന്ന് എറിഞ്ഞ് കുറച്ച് ഞാവൽപ്പഴം പെറുക്കി. അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം ഉപയോഗിച്ച് കുറച്ച് കഴുകി അപ്പം തന്നെ ഫ്രഷായി കിട്ടിയതല്ലേ. അതിൽ നിന്ന് ഒന്ന് രണ്ട് ഞാവൽപ്പഴം കഴിച്ചു നോക്കി. നല്ല കുഞ്ഞ് ഞാവൽപ്പഴമായിരുന്നു, പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങിയപ്പോൾ നമുക്കൊരു മയിലിനെ കാണാൻ പറ്റി. അത് ആൺമയിലാണ്. ഒരുപാട് പീലിയൊക്കെ ആയിട്ട് ആശാൻ കുറച്ച് നേരം ഇങ്ങോട്ടൊക്കെ നടന്നു. പിന്നെ ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾ ഈ റൂട്ടിലോട്ട് റോട്ടിലേക്ക് കടക്കാനുള്ള ഉദ്ദേശമൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ട് കാട്ടിലേക്ക് തന്നെ കയറുമായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ബൈക്ക് എടുത്ത് അങ്ങനെ ഡാമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ബോട്ട് കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഊഞ്ഞാലാണ് അവിടെ കണ്ടത്. അത് കണ്ടതും ഞാൻ ഊഞ്ഞാലിൽ കയറിയിരുന്ന് ആട്ടം അങ്ങോട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഊഞ്ഞാലാടി നോക്കിയപ്പോൾ അവിടെ ഇതേപോലത്തെ മാത്രമല്ല, വേറെയും ഒരു ടൈപ്പ് ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ അതിലായി പിന്നെ അടുത്ത പരീക്ഷണം. പിന്നെ കുറച്ച് നേരം അതിലും ഇരുന്നാടി. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഊഞ്ഞാലിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം കൊണ്ട് കുറച്ചധികം നേരം ഇരുന്നിട്ട് അതിലിരുന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നോക്കുമ്പോൾ ചുറ്റും ഈ ഡാമിൻ്റെ ഇതിൽ കൊട്ടവഞ്ചി, അതുപോലെ ബോട്ട്, അങ്ങനെയുള്ള സർവീസസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ അധികം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി തുടങ്ങിയായിരുന്നു. പിന്നെ